ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യം തന്നെ കാണിക്കുന്നത് ഹരീഷിന്റെ വർക്ക്ഷോപ്പാണ്. ഹരീഷ് വാ, നീ ഇരിക്ക്. നീ ആദ്യം കൈ കഴുകിയിട്ട് വാ. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനമാവോ? അമ്മ ഉണ്ടാക്കിയതാ, ഞാൻ കാണാതെ എടുത്തോണ്ട് വന്നയാ. വല്ലതും വിഷവും വെച്ചിട്ടുണ്ടോ? നിനക്ക് കൊണ്ടുവരുന്നയാന്ന് അറിഞ്ഞ ഉറപ്പായിട്ടും വിഷം വെച്ചേനെ. അതിപ്പോ നിനക്കും വെക്കാലോ. അമ്മാതിരി അടിയല്ലേ നടക്കുന്നേ. ഇത് പക്ഷെ എൻ്റെ തല്ലിപ്പൊളി ആങ്ങള പറഞ്ഞിട്ട് വെച്ചതാ. സോ ഉറപ്പായിട്ടും കഴിക്കാം. കഴിക്ക്. സാധാരണ വന്നു കഴിഞ്ഞാൽ എന്തേലും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതാണല്ലോ പതിവ്. ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തയാ. വഴക്കിടുന്നത് നീ ദേഷ്യപ്പെടുന്നത് കൊണ്ടല്ലേ. ഞാൻ ദേഷ്യപ്പെട്ട അത് മാറുന്ന വരെ ഒരു സമയം തരണം. അതല്ലാതെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കല്. അപ്പം പിന്നെ എങ്ങനെ ദേഷ്യം കുറയും? അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? പറ. ഞാനെന്തു പറയാൻ? എന്നാലും ഒന്ന് പറ. എനിക്ക് ഈ ക്ലേശിയ ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിയില്ല. ഒരാളോട് എത്ര ഇഷ്ടമാണെന്ന് ക്ലേശിയ ചോദ്യമാണോ? എടി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിന് ഒരളവ് പറയുമ്പോഴാ ക്ലേശിയാവുന്നേ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ അല്ലേ നിൽക്കുന്നത്? ഒരു സംശയവും ഇല്ല. അപ്പോൾ നമുക്കിടയിൽ ഒരു പ്രശ്നം വന്നാൽ, ഞാനോ വീടെന്ന ഓപ്ഷൻ വന്നാൽ നീ ആരുടെ കൂടെ നിൽക്കും? ആ വീട് എൻ്റെ ഓപ്ഷൻ ആവത്തില്ല. വീടെന്ന് ഉദ്ദേശിച്ചത് കെട്ടിടമല്ല ഉദ്ദേശിച്ചത്, വീട്ടുകാര്. ഉദാഹരണത്തിന് ഞാനോ നിന്റെ ചേട്ടനോ ഓപ്ഷൻ വന്ന അന്നത്തെ പ്രശ്നം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടന്ന് നീറുവാണ്. ഞാൻ കാരണം നിന്റെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയെന്ന് ഓർത്തപ്പോൾ. പറ, ഞാനോ നിന്റെ ചേട്ടനോ ഓപ്ഷൻ വന്ന നീ ആരുടെ കൂടെ നിൽക്കും? എടി, ഏട്ടനെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? വിട്ട് കളയണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നീ ആരുടെ ഭാഗത്ത് നിൽക്കും? എടി, സുഭാഷ് ഏട്ടന് ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? പാവം. ഞാനോ നിന്റെ വീട്ടുകാരെന്നുള്ള ഓപ്ഷൻ വന്നാൽ നീ വീട്ടുകാരെ പറയത്തുള്ളൂ അല്ലേ? എടി, നീ ഭക്ഷണം എടുത്ത് കയ്യിൽ തന്നിട്ട് അത് തൊണ്ടയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈ മാതിരി ചോദ്യം ചോദിക്കല്ലേ നീതു. ചോദിച്ചതിന് ഉത്തരം പറ. എടി, നീ അനാവശ്യമായുള്ള ചോദ്യം ചോദിക്കാതെ പോവാൻ നോക്ക്. ഇനി അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. ഞാൻ വഴക്കിടില്ല. എനിക്ക് നിന്നെ അറിയാമല്ലോ നീതു. ഉറപ്പായി ഞാൻ വഴക്കിടില്ല. പറഞ്ഞോ. എടി, നീ പോവാൻ നോക്ക്. പറ ഹരീഷേ പ്ലീസ്. എനിക്ക് വീട്ടുകാർ തന്നെ പ്രധാനം. അവരെ എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും? ദേ, മുഖം മാറിയത് കണ്ടില്ലേ? ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് പറയണോ? നീ ഇവിടുന്ന് പോ. വീട്ടിൽ ചെന്ന് ഫോൺ വിളിച്ചിട്ട് നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്തിയാൽ നീ നടക്കുന്നേ. എടി, നീ എന്നെയാണോ ഞാനുമായിട്ടുണ്ടാക്കുന്ന വഴക്കിനെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ച് വഴക്കാവുമെന്ന് കരുതി അത് ഒഴിവാക്കാൻ നോക്കിയാൽ നീ അതിലേക്ക് തന്നെ എത്തിക്കും. വഴക്കിടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലയോ? പോരെയോ? പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. വരട്ടെ. സന്തോഷിപ്പിക്കാനെങ്കിലും അവൻ എൻ്റെ കൂടെ നിൽക്കത്തുള്ളെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അച്ഛ രാവിലെ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചായിരുന്നോ? ആ, ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണോ മരുന്ന് കഴിച്ചത്? ചൂടിനൊരു കുറവുമില്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അതൊന്നും വേണ്ട മോളെ. ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കുണ്ട്. ക്ലിനിക്കൊന്നും വേണ്ട മോളെ. നീ ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ചെന്ന് കയ്യും കാലും കാപ്പി ഉണ്ടാക്കി കഴിക്കുക. ചായ ഉണ്ടാക്കാൻ ഹെൽപ്പ് വേണോ? പഞ്ചസാര ടിന്ന് എടുത്തു വരിക, ചായ ഊറ്റാൻ അരിപ്പ എടുക്കുക തുടങ്ങിയ സന്നദ്ധ പ്രവർത്തനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തൽക്കാലം വേണ്ട. നിന്റെ മോഡൽ എക്സാം എന്തായി? പാസ്സാവും. എപ്പം നോക്കിയാലും പാസ്സാവുമെന്ന് മാത്രം പറയും. നല്ല മാർക്ക് കിട്ടുമെന്ന് എന്താ പറയാത്തെ? ഞാനൊക്കെ പഠിക്കുന്നത് പാസ്സാവാൻ വേണ്ടിയാ. ടോപ്പ് സ്കോർ ആവാൻ ചിലരുണ്ട്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ശരിക്കും നിനക്ക് UPSC എക്സാം എഴുതാൻ ട്രൈ ചെയ്തൂടെ? എന്നിട്ടെന്തിനാ IAS എഴുതാനോ? നല്ലതല്ലേ. പിന്നെ കുപ്പത്തെട്ടി എന്നുള്ള ഒരു കളക്ടർ കൂട്ടി നല്ല ടൈറ്റിലായിട്ട് ഒരു വാർത്ത വരും. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അങ്ങനെ ആയിന്ന് വെച്ചോ. സർക്കാർ ശമ്പളം, കാറ്, വീട്, ഗൺമാൻ, എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്നറിയാമോ? ഇന്ന് ഞാൻ ഓഫീസിൽ ഇരുന്ന് അതൊക്കെ ആലോചിക്കുമായിരുന്നു. അപ്പം അവിടെ പണിയൊന്നുമില്ല അല്ലേ? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കാനാണോ അവർ മാസം ശമ്പളം തരുന്നേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓഫീസിൽ ജോലി കിട്ടാനുള്ള പഠിപ്പല്ലേ നല്ലത്? നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഒരു തമാശ പറയാനും പറ്റത്തില്ലയോ? ഏട്ടത്തിക്ക് അത്ര നിർബന്ധമാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെയോ? ശരി, ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. അച്ഛാ, എഴുന്നേക്ക്. ചായ കുടിക്കാം. പതുക്കെ. ദാച്ചാ, ഇതും ചായയും കുടിക്ക്. നീ ഇരുന്ന് വരുന്ന വഴിക്ക് മേടിച്ചാണോ? അതെ. എന്തിനാ വെറുതെ മോളെ? എനിക്ക് വേണ്ട. വാ കഴിച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കഴിക്ക്. എനിക്ക് വേണ്ടി മോളെ. എന്തിനാ ഇങ്ങനെ? ഞാൻ ഇവിടെ കിടക്കുന്ന പോലെ ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നീ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യുന്നേ? സംസാരം നിർത്തിയിട്ട് ഇത് കഴിക്കാൻ നോക്ക്. ദാ പിടിക്ക്. അത് കൊടുത്തിട്ട് ഏട്ടത്തിക്ക് ഇങ്ങ് പോന്നാ പോരെയോ? ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും. നീ മിണ്ടാതിരിക്കുക. അച്ഛൻ കഴിക്കാൻ നോക്ക്. നിധി സുധീഷിനെ വിളിക്കുന്നു. സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഓഫ് ചെയ്യത്തെയാണല്ലോ. സുധീഷ് ഏട്ടൻ്റെയോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താ കാര്യം? വരുമ്പോൾ ഒരു തെർമോമീറ്റർ മേടിച്ചിട്ട് വരാനായിരുന്നു. ഞാനത് പറയാൻ മറന്നുപോയി. ദാ വന്നല്ലോ. എന്തു പറ്റി? പനി മാറിയില്ല. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? എന്തിനാ വിളിച്ചത്? വരുമ്പോൾ ഒരു തെർമോമീറ്റർ മേടിച്ചിട്ട് വരാനായിരുന്നു. പനിക്കൊരു കുറവുമില്ല. പിന്നെ എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ലേ. സുധീഷ് ഏട്ടാ, എന്തിനാ ഫോൺ ഓഫാക്കി വെച്ചേക്കുന്നേ? ചാർജ് ഇല്ലയോ?
ഫോൺ ഓണാണല്ലോ, ചാർജും ഉണ്ട്. ആ, ഫ്ലൈറ്റ് മൂഡിലാണ്. ഞാൻ ഇപ്പോൾ വരാം. ഏട്ടത്തി എവിടെ പോന്നു? കടയിൽ വരെ പോന്നു. എന്തിന്? തെർമോമീറ്റർ വാങ്ങാൻ. എന്തിനാ ഇപ്പം നിധി പോന്നേ? പനി എത്ര ഉണ്ടെന്ന് അറിയണ്ടായോ? അതിപ്പോൾ അറിഞ്ഞിട്ട് ഇയാൾക്കെന്തോത്തിനാ? ഞാൻ ഇയാളെ പോലെ അല്ലാത്തതുകൊണ്ട്. അതൊക്കെ മാറിക്കോളും മോളെ. ചാവാനുള്ള പനിയില്ല. ചത്താലും ആരും സങ്കടപ്പെടാനും ഇല്ല. അങ്ങോട്ടാരും ചോദിച്ചില്ല. എന്നാ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ഇയാളല്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞേ. എന്ന് വെച്ച് ഇയാൾ പോവാതിരിക്കത്തില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. ഏട്ടത്തി എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ആ ഫോണിങ് തന്നെ. സുധീഷേട്ടൻ ഫോണിൽ ചാർജ് ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഫോണിൽ ഫുൾ ചാർജാ. പക്ഷെ ഫ്ലൈറ്റ് മൂഡിലാണെന്ന് മാത്രം. ഈ വക അന്വേഷണത്തിന് മിടുക്കനാണല്ലോ. ആ വക നേരം കൊണ്ട് ഒന്ന് കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലല്ലോ. ആ ഏട്ടത്തി മതി. ദേഷ്യം വൈരാഗ്യമൊക്കെ തോന്നാം, പക്ഷെ അതൊരു പകയായിട്ട് വളർത്തല്ല്. സുഭാഷേട്ടൻ്റെ പണിസ്ഥലമാണ് കാണിക്കുന്നത്. ഗോവിന്ദേട്ട, വെള്ളം അടിച്ച് കിടന്ന് ഉറങ്ങല്ല്, പറഞ്ഞേക്കാം. ഇല്ല, എല്ലാ സാധനവും മുകളിലത്തെ മുറി വെച്ച് പൂട്ടിയിട്ട് വേണം കിടക്കാൻ. കിടന്നിട്ട് എന്താ കാര്യം? കൊതു ഉറക്കണ്ടായോ? എന്നാ ഒരു തിരി മേടിച്ച് വെച്ചേരെ. ദാ വെച്ചോ. ശരി. ചാന്ദിനി, നീ എന്താ ഈ സമയത്ത്? നേരത്തെ വന്നോ? അഭിനാഷിനെ കാണാൻ വന്നയാണോ? അവൻ നേരത്തെ പോയി. അപ്പോ ദേക്കിനെ കേളിയെ യാക്ക് വേണ്ടി ഗുലാബ് ജാമ് കൊണ്ടുവന്നയാ. എന്നാ ഞാൻ കൈ കഴുകിയിട്ട് വരാം. വേണ്ട, എൻ്റെ കയ്യിൽ സ്പൂണുണ്ട്. ചാന്ദിനി വായിൽ വെച്ച് കൊടുക്കുന്നു. ബഹുത് അച്ഛാ ഹേ. ഇത് തരാനാണോ ഈ നേരത്ത് വന്നേ? തിരിച്ചെങ്ങനെ പോവും? നടന്നു പോവും. അത് വേണ്ട, ഞാനൂടെ വരാം. ഒറ്റയ്ക്ക് പോവണ്ട. എന്നാ ബാ. അതെ, മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ബാ, നമുക്ക് സൈക്കിളിൽ പോവാം. ഇവിടല്ല, പുറകെ ഇരുന്നാ മതി. നെയ് ഇതർ. ചാന്ദിനി ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നു. അല്ല, പുറകെ ഇരുന്നാ പോരെ? ചാന്ദിനി സൈക്കിളിന്റെ ബെല്ലടിക്കുന്നു. നിന്നെ അശ്വൻ വിളിച്ചിരുന്നു. തിരിച്ചു ചെല്ലാൻ പറഞ്ഞോ? ഇല്ല. എന്നാ വരുന്നേന്ന് ചോദിച്ചു. ഞാൻ പറയാന്ന് പറഞ്ഞു. അല്ല, അവൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ. അശ്വൻ്റെ അമ്മ ഒരു പാവ. അമ്മ വിചാരിക്കുന്ന പോലെയല്ല. ആ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വഴക്കുണ്ടായേനെ. അല്ലേലും നിനക്ക് എന്നെയല്ലേ പിടിക്കാത്തത്? ഏതായാലും നിനക്ക് അവിടെ സുഖമാണെന്നുള്ളതാ എനിക്ക് സന്തോഷം. നീ വേണ്ടാന്ന് പറഞ്ഞ കല്യാണമല്ലേ? ഇപ്പൊ എന്തായി? അമ്മേ, ദേ നോക്കിയേ, സുഭാഷേട്ടൻ കൂടെ ഒരു പെണ്ണും ഉണ്ടല്ലോ. ആ ഹിന്ദിക്കാരിയല്ലേ? ഇവളല്ലേ അന്ന് തറവാട്ടമ്പലത്തിൽ വന്നത്? അതെ, അവള് തന്നെ. ഇവര് തമ്മിൽ സെറ്റാവുന്ന അന്നേ എനിക്കറിയായിരുന്നു. അവള് ഹിന്ദിക്കാരിയല്ലയോ? അതിനെന്താ? തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നല്ലതല്ലേ. പക്ഷേ ഈ സമയത്ത് അവളെ എവിടെ ആയിരിക്കും അവൻ സൈക്കിളിൽ കൊണ്ടുപോയത്? അമ്മ ഇനി അതിനെപ്പറ്റി കഥയുണ്ടാക്കണ്ട. എത്രയും വേഗം അവരെ കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു. പാവ സുഭാഷേട്ടൻ. അവൻ കെട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്താ? ഒരുപാട് തവണ കല്യാണം മുടങ്ങിയതല്ലേ. ഇതെങ്കിലും ശരിയാവട്ടെ. സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അമ്മ വാ. പിന്നെ സുഭാഷേട്ടൻ്റെ വീടാണ് കാണിക്കുന്നത്. സുധീഷ് വിഷമിച്ചിരിക്കുന്നു. നിധി നെഗേഷിൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു. എന്താടാ നിന്റെ മുഖം ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത്? എൻ്റെയോ? അതേടാ നിന്റെ. നിന്നെ പറ്റിയാടാ പറഞ്ഞേ. കേൾക്കണില്ലേ? മുഖം കണ്ട അങ്ങനെ തോന്നുന്നുണ്ട്. അച്ഛാ, ഇത് വായിൽ വെക്ക്. വായി വെക്കാനാ പറഞ്ഞത്. കുറഞ്ഞിട്ടുണ്ട്. നീ ഇത് ഇടയ്ക്ക് നോക്കിയിട്ട് കാര്യമില്ല മോളെ. പനി വരും പോവും. ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പോവും. പോട്ടെ, നമ്മളായിട്ട് പിടിച്ചു നിർത്തുന്ന എന്തിനാ? എല്ലാവരും ഒരു ദിവസം പോവും. അതിനുവേണ്ടി ആരും മെനക്കെട്ട് ശ്രമിക്കാറില്ലല്ലോ. തെറ്റ്. അപ്പൊ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതോ? എന്നാ പിന്നെ അതാദ്യം ചെയ്യണം. രോഗത്തിന് ചികിത്സിക്കാതിരിക്കുകയല്ല വേണ്ടത്, ചിരിക്കാതെ ഇത് കുടിക്കാൻ നോക്ക്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.